ടൂറിസത്തിന്റെ മറവിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉൾപ്പെടെ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ ഊർജിതം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ചാലിയാർ പഞ്ചായത്തിലെ കക്കടാംപൊയിലും സമീപ പ്രദേശങ്ങളിലുമാണ് അനധികൃത നിർമ്മാണവും കുന്നിടിക്കലും വ്യാപകമായി നടക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെയും ഊർങ്ങാട്ടേരി പഞ്ചായത്തിന്റെയും കൂടരഞ്ഞി പഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന വെണ്ടക്കാംപൊയിൽ, നായാടംപൊയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് അനധികൃത നിർമ്മാണവും കുന്നിടിക്കലും വ്യാപകമാകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലുള്ള മാണിക്യൻമുടിയുടെ താഴ്വാരത്ത് ഉൾപ്പെടെ കുന്നിടിക്കലും റോഡ് നിർമ്മാണവും നടക്കുന്നുണ്ട്. വെണ്ടക്കാംപൊയിലിന് സമീപത്തായി അനധികൃത കരിങ്കൽ ക്വാറിയും പ്രവർത്തിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. പരാതികൾ ഉയരുമ്പോൾ വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് വീണ്ടും അനധികൃത നിർമ്മാണത്തിന് പച്ചക്കൊടി കാണിക്കുന്ന നിലപാടാണ് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ മാണിക്യൻമുടിക്കുണ്ടാവുന്ന ക്ഷീണം വലിയ പ്രളയത്തിനും അതേപോലെ തന്നെ ദുരന്തങ്ങൾക്കുമൊക്കെ സാക്ഷ്യമാകാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ അടിവാരങ്ങൾ, അതിന്റെ ആണിക്കൽ ഇളക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് കൃത്യമായും റവന്യൂ വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും ഒക്കെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ഒത്താശയില്ലാതെ ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ നടക്കില്ല. മണ്ണിടിച്ച് കോൺക്രീറ്റ് റോഡുകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുണ്ട്. ജിയോളജി, റവന്യൂ വകുപ്പുകളിലെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഭൂമാഫിയകൾക്ക് ഉണ്ട്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങി കുന്നിടിച്ചു നിരത്തി അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഭൂമാഫിയകൾക്ക് കുന്നിടിച്ച് നികത്തുന്നതിന് തടസ്സമാകുന്നില്ല. പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.